അങ്ങനെ ആസ്ട്രേലിയ കറുത്ത കുതിരകളായെന്ന് പറയണം. അല്ലെങ്കിൽ ആൾവേസ് ICC ടൂർണമെന്റിൽ നല്ല പെർഫോമൻസ് കാഴ്ച. ഈ പ്രാവശ്യം ആരും പ്രതീക്ഷ കാണത്തില്ല. ശ്രീലങ്കയിൽ പോയിട്ട് ODIയിൽ ദയനീയമായ പരാജയമായിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിനെ നോക്കൂ, 5 വിക്കറ്റിന് തോൽപ്പിച്ചു. 350 റൺസ് ചേസ് ചെയ്ത് ജയിക്കുമെന്ന് വെച്ചാൽ എക്സ്പെഷ്യലി പാകിസ്ഥാൻ പിച്ചിൽ പോസിബിൾ ആണ്. അത് തന്നെയാണ് സ്മിത്ത് ബാറ്റിങ് എടുക്കാതെ തന്നെ ബോളിംഗ് തിരഞ്ഞെടുത്തത്. രാത്രി ഡ്യൂ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ബോളർമാർ ഭേദപ്പെട്ട നിലയിൽ ബോൾ ചെയ്തില്ല. അത് ഇന്ത്യ നടന്ന ODI സീരീസിൽ മനസ്സിലായി. വിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ത്യ മിഡിൽ ഓവറിൽ. ആദ്യം അവർക്ക് വിക്കറ്റ് കിട്ടി. എന്നാൽ മിഡിൽ ഓവറിൽ ഇഗ്നീസും ക്യാരിയും കൂടെ വന്ന് ഇന്നിങ്സ് കൊണ്ടുപോയി. തുടക്കത്തിലെ ഷോട്ട് ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചു. വാലറ്റം ലബുഷേനും ഇഗ്നീസും ക്യാരിയും കൂടെ ചേർന്ന് നല്ലൊരു ഇന്നിങ്സ് നടത്തി. മാക്സ്വെല്ലിന്റെ ഫിനിഷിങ് എന്തായാലും സൂപ്പർ. ആരും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഈ പ്രാവശ്യവും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ ആസ്ട്രേലിയ തന്നെ വരാനാണ് ചാൻസ്. അഫ്ഗാനിസ്ഥാന് ഇന്നലത്തെ മത്സരത്തോട് അഫ്ഗാനിസ്ഥാൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് തോന്നുന്നു. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിക്കറ്റ് കിട്ടുന്നില്ല. റാഷിദ് ഖാൻ ആയാലും നൂർ അഹമ്മദിനായാലും ഫറൂഖിക്കായാലും വിക്കറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ചിലപ്പോൾ സെമി ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവിടുന്ന് രണ്ടാം ചാൻസ് ഇംഗ്ലണ്ട് തന്നെയാണ്. പക്ഷെ ഇംഗ്ലണ്ട് ബാറ്റിംഗ് ഓക്കെയാണ്. പക്ഷെ ബോളിങ്ങിലാണ് കൺസേൺ. വിക്കറ്റ് കിട്ടുന്നില്ല. വിക്കറ്റ് ടേക്കിംഗ് ബോളർമാരില്ല. സ്പിന്നർമാർക്ക് വേണ്ടത്ര വിക്കറ്റ് കിട്ടുന്നില്ല. എന്തായാലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞു. ഈ ടൂർണമെന്റിൽ എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുത്ത് ഞങ്ങൾ അങ്ങനെ എഴുതി തള്ളാൻ പറ്റിയ ഒരു ടീമല്ല, ഞങ്ങൾ ഏത് നിമിഷം തിരിച്ചു വരാവുന്ന ടീമാണെന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തു. എന്തായാലും എല്ലാവിധ ആശംസകളും. നാളെയാണ് മത്സരം നടക്കുന്നത്, ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം. നല്ലൊരു മത്സരം ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ കാഴ്ചവെക്കാൻ കഴിയട്ടെ. ഏകപക്ഷീയമായി ഇന്ത്യ നാളെ പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് സെമിയിലോട്ടുള്ള സാധ്യതകൾ നിലനിർത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് ബോളിംഗ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചോളം കൺസേൺ. എന്തെങ്കിലും അഡ്വാൻറ്റേജ് പാകിസ്ഥാന് കിട്ടുവാണെങ്കിൽ അവർ ഫാസ്റ്റ് ബോളർമാർ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർമാരെ എറിഞ്ഞൊതുക്കിയാൽ പരിതാപകരമാവും. 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ സംഭവിച്ചതുപോലെ അമീർ വന്നിട്ട് ശിഖർ ധവൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുക്കുന്നു. ബാക്കി പഴയതുപോലെ ബാക്കിയുള്ള ബോളർമാർ വന്ന് വിക്കറ്റ് എടുത്തു പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ തോറ്റത്. ആ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. ദുബായിലെ പിച്ചിൽ ഫസ്റ്റ് 10 ഓവറിൽ കിട്ടുന്നുണ്ട്. ഷാഹിന് സീം കിട്ടുവാണെങ്കിൽ ഡേഞ്ചറാണ്. നസീം ഷാ നല്ല വിധത്തിൽ ബോൾ ചെയ്യുന്നു. റാവുഫ് ഏത് സമയം ഇന്ത്യക്കെതിരെ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാറുണ്ട്. അങ്ങനെ ഒരു പെർഫോമൻസ് നാളെ കാഴ്ചവെക്കാതിരിക്കട്ടെ. ഏകപക്ഷീയമായി ഇന്ത്യ നാളെ തോൽപ്പിക്കട്ടെ. ശുഭ്മൻ ഗിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്കോർ ചെയ്ത് വരുന്നു. ഒരു ബാറ്റ്മാൻമാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. രോഹിത് ശർമ്മ കുറച്ചും കൂടെ കാര്യക്ഷമമായ ഇന്നിങ്സ് കളിക്കട്ടെ. വിരാട് കോഹ്ലിക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ. ശ്രേയസ് അയ്യർ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ അതേ ഫോമിൽ നിലനിർത്തി ആ ഫോം കണ്ടിന്യൂ ചെയ്യട്ടെ. രാഹുലും ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും ജഡേജയൊക്കെ നല്ലൊരു പെർഫോമൻസ് കാണിച്ചു. 300+ റൺസ് ഇന്ന് ശുഭ്മൻ ഗിൽ പറഞ്ഞതുപോലെ തന്നെ 300 ചേസ് ചെയ്ത് 280-300 വിന്നിംഗ് സ്കോർ ആണ്. എന്ത് തന്നെ ആയാലും സെക്കൻഡ് ബാറ്റിംഗ് അത്ര ഈസി ആയിട്ട് തോന്നുന്നില്ല. നല്ല സ്ട്രൈക്ക് ബോളർമാർ, സ്പിന്നർമാരൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. നാളെ നല്ലൊരു മത്സരം നമുക്ക് കാണാം.